നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ സ്തംഭിപ്പിച്ചു നിർത്തിയ ഒരു മഹാമാരിയായിരുന്നു കോവിഡ് മാഞ്ഞുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും കോവിഡ് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും വേദനയും ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ജീവനുകളാണ് കോവിഡ് എന്ന മഹാമാരി കവർന്നെടുത്തു പോയത്. ശ്വാസമെടുക്കാൻ പോലും പേടിച്ചിരുന്ന നാളുകൾ, സാനിറ്റൈസറും മാസ്കും ഇല്ലാതെ ഒരു നേരം പോലും ചിന്തിക്കാൻ കഴിയാതിരുന്ന ദിവസങ്ങൾ, വാതിലും ജനലും കൊട്ടിയടച്ച് വീടിന്റെ അകത്തളത്തിൽ ഒതുങ്ങിപ്പോയ മനുഷ്യർ, വേണ്ടപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ പോലും ഏറ്റുവാങ്ങാനും അവസാനമായി ഒരു നോക്കു കാണാനും കഴിയാതെ പോയ നിസ്സഹായത. ഇതൊക്കെയാണ് കഴിഞ്ഞുപോയ കോവിഡ് കാലം കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ ലോക രാഷ്ട്രങ്ങൾക്കും സമ്മാനിച്ച് കടന്നുപോയത്. വീണ്ടും കോവിഡ് തലപൊക്കി എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കഴിഞ്ഞുപോയ ലോക്ക്ഡൌൺ കാലത്തിന്റെ അതിഭീകരതയിലേക്കാണ് നാം ഓരോരുത്തരും വീണ്ടും ചെന്നെത്തുന്നത്. പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ ഉൾപ്പെടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് വീണ്ടും ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളിൽ വർധനവാണ്. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ട എന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുമ്പോഴും കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകൾ ഇപ്പോൾ അതിതീവ്രമായി പടരുന്നുണ്ട്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 95 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. മെയ് 2ാം വാരം 69 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ 164 പേർ ചികിത്സ തേടി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 34, മഹാരാഷ്ട്രയിൽ 44 എന്നിങ്ങനെയാണ് കണക്കുകൾ. യുപിയിൽ ഒരൊറ്റ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് കണക്കു ശേഖരണം കൃത്യമായി നടക്കുന്നതിന് തെളിവാണിതെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. കേരളത്തിൽ 273 കേസുകൾ മെയിൽ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ കോട്ടയത്ത് 82, തിരുവനന്തപുരത്ത് 73, എറണാകുളത്ത് 49, പത്തനംതിട്ടയിൽ 30, തൃശൂരിൽ 26 എന്നിങ്ങനെയാണ് ജില്ലാ കണക്കുകൾ. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുൻകരുതൽ നിർദ്ദേശം. സാംക്രമിക രോഗങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധം പ്രധാനമാണ്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുവിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം. കോവിഡ് കൂടുന്ന പശ്ചാത്തലത്തിൽ ജില്ലകൾ തോറും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോളറ, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. കുടിവെള്ളം മലിനമാക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കും. ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നവർ രോഗം പകരാൻ സാധ്യതയുള്ള കാലയളവിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരുന്ന മെയ് 25-ന് ലോക തൈറോയ്ഡ് ദിനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നോർമൽ ഗ്ലാൻഡായ തൈറോയ്ഡ് ഗ്ലാൻഡ് അതിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല നമുക്ക്. ഇന്നത്തെ തലമുറയിൽ തൈറോയ്ഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിക്കുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കൂടുന്നതും കുറയുന്നതും നമ്മളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്? ഓരോന്നും എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ ചികിത്സാ രീതികൾ, പരിശോധനാ രീതികൾ എന്നിവ എന്തൊക്കെ? വ്യക്തിജീവിതത്തിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ചേരുന്നത് SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ മെഡിസിനായ ഡോക്ടർ ഹേമലത P ആണ്. നമുക്ക് മുകളിൽ പറഞ്ഞ സംശയങ്ങൾക്കൊക്കെയുള്ള ഡോക്ടറിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഹേമലത. ഞാൻ SUT ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. നമ്മളുടെ വേൾഡ് തൈറോയിഡ് ഡേ ഈ വരുന്ന മെയ് 25 2025 തൈറോയിഡ് ഡേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവെയർനെസ്, അതായത് ആൾക്കാർക്ക് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഗ്ലാൻഡാണ് നമ്മളുടെ കഴുത്തിലുള്ളത്. പക്ഷേ അതിന് വളരെ കാര്യമായിട്ട് തന്നെ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷണങ്ങളല്ല. ജനറലി ഉള്ള ക്ഷീണം, തളർച്ച,
വീക്ക്നെസ്, പിന്നെ എന്താണ് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളായതുകൊണ്ട് തന്നെ ആരും അത് കാര്യമാക്കാറും ഇല്ല. വളരെ ലേറ്റ് ആയിട്ടാണ് ചിലപ്പോൾ തൈറോയിഡിൻ്റെ ഡിസീസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡിൻ്റെ ഡിസീസ് അത് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം, അതായത് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാണെങ്കിലും വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ തൈറോയിഡ് ഇൽനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് അസുഖം ഒന്നുമില്ല എങ്കിലും പീരിയോഡിക്കലി ഈ ഒരു ജനറൽ കോമൺ പബ്ലിക്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുക എന്നുള്ളത് വളരെയധികം ഫലപ്രദമായ ഒരു കാര്യമാണ്. അങ്ങനെ സട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് വളരെ വേഗത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഓവർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് അണ്ടർ ആക്ടിവിറ്റിയാണ്. ഇത് രണ്ടിലും ഏകദേശം ഒരേപോലത്തെ സിംറ്റംസ് ആണ്. ഉദാഹരണത്തിന് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വളരെ മെലിഞ്ഞു പോവുക, ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞു പോവുക, കൈക്ക് വിറവലും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക, പാൽപിറ്റേഷൻ, അതായത് കയറ്റം കയറുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവുക, ക്ഷീണം തോന്നുക, പീരിയഡ്സ് അബ്നോർമൽ ആകുക, ഇതൊക്കെയാണ് ലേഡീസിൽ സാധാരണ കാണാറ്. ജെൻസിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് യൂഷ്വലി വരുന്നത്. വെയിറ്റ് ഗെയിൻ ആണ് സാധാരണ കാണാറ്. മെൻസ്ട്രൽ അബ്നോർമാലിറ്റി രണ്ടിനകത്തും വരും. വെയിറ്റ് ഗെയിനും ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസവും ക്ഷീണം, തളർച്ച, ഒരു ജോലി ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലായ്മ, ഇങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ്. അപ്പോൾ ഈ രണ്ട് ഡിസീസസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് TSH എന്ന ടെസ്റ്റാണ്. ഈ TSH എന്ന് പറയുന്ന ടെസ്റ്റ് നോർമലിനേക്കാളും താഴെയാണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഓവർ ആക്ടിവിറ്റി ആണ് എന്നാണ് അർത്ഥം. TSH നോർമലിനേക്കാളും മേലെയാണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ അണ്ടർ ആക്ടിവിറ്റി ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം തൈറോയിഡ് ഹോർമോൺസായ T3, T4 ഇവയും പിന്നെ കുറച്ച് ആൻറ്റിബോഡീസും, അതായത് ഈ അസുഖം വന്നിട്ട് ലോങ് ടേം ചികിത്സിക്കേണ്ടതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലാബ് ടെസ്റ്റുകൾ, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകൾ വഴി നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും, പ്രതിരോധിക്കാനും കഴിയും. ലോക ലൂപ്പസ് ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോധവൽക്കരണ ക്ലാസുകളോടുകൂടി തിരുവനന്തപുരത്തും ഇന്ന് ലൂപ്പസ് ദിനം ആചരിച്ചു. ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യ, കേരള ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിസം സൊസൈറ്റി, റൂമ കെയർ തിരുവനന്തപുരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ലൂപ്പസ് ദിനാചരണം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ലൂപ്പസ് രോഗ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലൂപ്പസ് എന്നത് എന്താണ് എന്നത് പോലും പലർക്കും അജ്ഞാതമാണ് ഇപ്പോഴും. ലൂപ്പസ് എന്നത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തേമറ്റോസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ചിലപ്പോൾ ലൂപ്പസ് വെറും ത്വക്ക് രോഗമായി മാത്രം കാണപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും പലരിലും ഇത് ആഭ്യന്തര അവയവങ്ങളിൽ വരുത്തുന്ന ക്ഷതങ്ങളിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ, രോഗം നിർണ്ണയിക്കുന്ന രീതികൾ, ചികിത്സയ്ക്ക് പുറമെ ആരോഗ്യപരമായ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. ആരോഗ്യമാനന്ദം പരിപാടി അവസാനിച്ചു. നന്ദി.